പഴയ ഗാനങ്ങൾ പുതിയ സിനിമയുടെ സന്ദർഭങ്ങളുമായി ചേർത്ത് വെക്കുന്ന ട്രെൻഡ് തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. തമിഴിൽ ലോകേഷ് കനകരാജിന്റെ സിനിമകളിൽ ഇത്തരം ഗാനങ്ങളുടെ പ്ലേസ്മെന്റ് അസാധ്യ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പ്രേക്ഷകർക്ക് നൽകിയത്. കൈദിയിലും ലിയോയിലുമൊക്കെ ആക്ഷൻ സീനുകളുടെ പശ്ചാത്തലത്തിൽ തമിഴ് റെട്രോ ഹിറ്റുകൾ മുഴങ്ങിയപ്പോൾ തിയേറ്ററിനുള്ളിലെ ആവേശം അത് ഇരട്ടിയായിരുന്നു. പഴയ ഹിറ്റ് ഗാനങ്ങൾ പുതിയ സിനിമകളുടെ സന്ദർഭോചിതമായ രംഗങ്ങളുമായി ചേർത്ത് വെക്കുമ്പോൾ പ്രേക്ഷകൻ പെട്ടെന്ന് സീനുകളുമായി കണക്റ്റ് ആകുന്നുണ്ട്. വീണ്ടും കേട്ട പഴയ ഗാനം മൂളിയാകും പ്രേക്ഷകൻ തിയേറ്റർ വിടുക, അല്ലേ? കഴിഞ്ഞൊരു മാസമായി മലയാളികളും തിയേറ്ററിൽ നിന്നിറങ്ങുന്നത് ഇതുപോലൊരു പഴയ സൂപ്പർ ഹിറ്റ് ഗാനം മൂളിക്കൊണ്ടാണ്. 4 പതിറ്റാണ്ട് മുൻപ് സൂപ്പർ ഹിറ്റായിരുന്ന ഗാനം ഇപ്പോൾ വീണ്ടും മെഗാ ഹിറ്റായി പ്ലേലിസ്റ്റ് അടക്കി ഭരിക്കുന്നു. ആ പാട്ട് ഏതെന്ന് പ്രേക്ഷകരോട് കൂടുതൽ പറയേണ്ടതില്ല. അതെ, ലോക സിനിമയിലെ കിളിയെ കിളിയെ പറ്റി തന്നെയാണ് പറഞ്ഞു വന്നത്. ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി നടക്കുന്ന യക്ഷിക്ക് ഏറ്റവും മികച്ച പശ്ചാത്തല ഗാനം കിട്ടിയപ്പോൾ സിനിമയിലെ ഏറ്റവും മികച്ച രംഗങ്ങളിൽ ഒന്നായി അത് മാറി. 2023 DJ ശങ്കർ റിമിക്സ് ചെയ്ത ഗാനം ചിത്രത്തിൽ ഉപയോഗിച്ചപ്പോൾ അത് പ്രേക്ഷകർക്ക് അസാധ്യ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നൽകിയത്. പടം കണ്ടിറങ്ങിയവർ പാട്ട് തേടിയിറങ്ങി. അങ്ങനെ 4 പതിറ്റാണ്ട് മുൻപിറങ്ങിയ മമ്മൂട്ടി നായകനായ ആ രാത്രി എന്ന സിനിമയിലെ ഒറിജിനൽ ഗാനവും 2 വർഷം മുൻപിറങ്ങിയ റീമിക്സും ട്രെൻഡിംഗ് ആയി. ഇൻസ്റ്റഗ്രാം റീലുകളിലും യൂട്യൂബ് ഷോർട്സുകളിലും എല്ലാം കഴിഞ്ഞ ഒരു മാസമായി കിളിയെ കിളിയെ കത്തി നിൽക്കുകയാണ്. ഒന്നുമില്ലെങ്കിലും സിനിമ കണ്ടിറങ്ങിയവർ ബാത്റൂമിലെങ്കിലും ഈ പാട്ട് ഒന്ന് മൂളിക്കാണും. എന്താ, ശരിയല്ലേ? മലയാളികളും അന്യഭാഷക്കാരും വിദേശികളുടെയും എല്ലാം ഇൻസ്റ്റഗ്രാം റീലുകളിലും യൂട്യൂബ് ഷോർട്സുകളിലും എല്ലാം ഈ ഗാനം ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. പാട്ടിന്റെ ഒറിജിനൽ വേർഷൻ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 1 കോടിയോളം കാഴ്ചക്കാരെ യൂട്യൂബിൽ സ്വന്തമാക്കി. അടുത്ത കാലത്തൊന്നും ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് പഴയ മലയാള സിനിമയിലെ ഒരു ഗാനത്തിന് ഇത്രയും സ്വീകാര്യത ലഭിച്ചിട്ടില്ല. എസ് ജാനകി ആലപിച്ച മനോഹര ഗാനം തലമുറകൾക്കിപ്പുറം കുഞ്ഞുങ്ങൾ വരെ ഏറ്റുപാടുന്നത് കാലങ്ങൾ താണ്ടിയുള്ള നല്ല പാട്ടിന്റെ ജൈത്രയാത്രയായി മാറുകയാണ്. പൂവച്ചൽ ഖാദറിന്റെ വരികളും ഇളയരാജയുടെ സംഗീതവും എത്ര മനോഹരമെന്ന് വീണ്ടും മലയാളികൾ പറയുന്നു. ലോക പാൻ ഇന്ത്യൻ ഹിറ്റായതോടെ കിളിയെ കിളിയെയും പാൻ ഇന്ത്യൻ ലെവലിൽ ഹിറ്റാണ്. സിനിമ കണ്ട അന്യഭാഷക്കാരും പാട്ട് ഏറ്റെടുത്തു. ഇംഗ്ലീഷിലും ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങിയ ഭാഷകളിലുമെല്ലാം യൂട്യൂബിൽ കമന്റുകൾ നിറയുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡിംഗ് 0, വൈബ് 100% എന്നൊക്കെ അന്യഭാഷക്കാരുടെ പ്രതികരണങ്ങൾ യൂട്യൂബിൽ കാണാം. ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് ഒരു പഴയ മലയാള ഗാനം വീണ്ടും സൂപ്പർ ഹിറ്റാകുന്നത് ഇതാദ്യം. പാട്ട് ഹിറ്റായതോടെ ആ രാത്രി എന്ന സിനിമയ്ക്കും യൂട്യൂബിൽ കാഴ്ചക്കാർ കൂടുന്നു എന്ന കൗതുകവും ഇതിനിടയിൽ പറയാനുണ്ട്. ലോകയിൽ യക്ഷിയായി എത്തുന്ന കല്യാണിയുടെ പശ്ചാത്തലത്തിലാണ് ഗാനം കേൾക്കുക. ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മൂളും കുളിരിൻ കുളിരെ എന്ന വരിയാണ് ചിത്രത്തിൽ ഈ ഗാനം ഉപയോഗിക്കാൻ കാരണമായതെന്ന് ചിത്രത്തിന്റെ സഹരചയിതാവ് ശാന്തി ബാലചന്ദ്രൻ പറഞ്ഞിരുന്നു. കല്യാണി വെള്ള വസ്ത്രം ധരിച്ച് വരുമ്പോൾ ഈ പാട്ട് കേൾക്കുന്നത് ഏറെ വൈബാണെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത്. ഇതിനു മുൻപും മലയാളത്തിൽ റീക്രിയേറ്റ് ചെയ്ത ഹിറ്റായ ഗാനങ്ങൾ മമ്മൂട്ടി ചിത്രങ്ങളിലേത് എന്നതും മറ്റൊരു കൗതുകമാണ്. കാതോട് കാതോരം എന്ന ചിത്രത്തിലെ ദേവദൂതർ പാടി എന്ന പാട്ട് എന്നാ താൻ കേസ് കൂടി എന്ന ചിത്രത്തിൽ റീമേക്ക് ചെയ്തപ്പോൾ അത് വൈറലായതാണ്. 40 വർഷങ്ങൾക്ക് മുൻപിറങ്ങിയ നിറക്കൂട്ട് എന്ന ചിത്രത്തിലെ പൂമാനമേ ഒരു രാഗമേഘം താ എന്ന പാട്ട് 2024 ഓസ്ലർ എന്ന ചിത്രത്തിൽ ഉപയോഗിച്ചിരുന്നു. തുടരും എന്ന ചിത്രത്തിൽ ശാന്തമേ രാത്രിയിൽ എന്ന മമ്മൂട്ടി ചിത്രത്തിന് മോഹൻലാൽ ചുവടുവെച്ചപ്പോൾ പ്രേക്ഷകന് കിട്ടിയത് മറ്റൊരു ആവേശരംഗം. ജോണി വാക്കറിലെ ഒറിജിനൽ ഗാനരംഗത്തിൽ മമ്മൂട്ടി ചെയ്യുന്ന സിഗ്നേച്ചർ സ്റ്റെപ്പ് മോഹൻലാൽ ആവർത്തിച്ചത് തിയേറ്ററിൽ ആഘോഷമായി. നല്ല കലാസൃഷ്ടികൾ എന്നും എപ്പോഴും ട്രെൻഡിംഗ് ആകും. അതിൽ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാവില്ല എന്നതിൻ്റെ ഉദാഹരണമായി മാറുകയാണ് കിളിയെ കിളിയെ എന്ന പാട്ടും.